ജയ് സാറാം. പുണ്യാത്മാക്കളെ, സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 8 2026 ജൂലൈ 24 വെള്ളിയാഴ്ച. ഇന്നത്തെ രാമായണ പാരായണം അഥവാ നമ്മുടെ രാമായണ സാരം ഇന്ന് ചർച്ച ചെയ്യുന്നത് 557 വരികളാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ: വാൽമീകിയുടെ പൂർവകഥ, ചിത്രകൂട പ്രവേശം, ദശരഥൻ്റെ ചരമഗതി, ഭരതാഗമനം, ഭരത വിലാപം. ഈ 5 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടിന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ. ഏതാണ്ട് 557 വരികളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് ശ്രീരാമൻ എവിടെയാണ് തനിക്കും സീതാദേവിക്കും ലക്ഷ്മണനും വസിക്കുവാനായിട്ടൊരു സ്ഥലം ഉള്ളത് എന്ന് കാണിച്ചു തരണമെന്ന് വാൽമീകി മഹർഷിയോട് പറഞ്ഞതാണ് കണ്ടത്. അതിന് മറുപടിയായിട്ട് ഭക്തന്മാരുടെ മനസ്സ്, 9 വിധത്തിലുള്ള ഭക്തന്മാരുടെ മനസ്സ് ശ്രീരാമന് സീതാസമേതനായിട്ട് വസിക്കാനുള്ള ഇടങ്ങളാണ് എന്ന് വാൽമീകി മഹർഷി പറയുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം വാൽമീകി മഹർഷി പറയുകയാണ്, കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ, ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞത് ഞാനെടോ. കർണത്തിന് അമൃതാവുന്ന അങ്ങയുടെ നാമമാഹാത്മ്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ഈ ലോകത്താർക്കും തന്നെ സാധ്യമല്ല. അങ്ങയുടെ നാമം കൊണ്ട് മാത്രമാണ് ഞാൻ ബ്രഹ്മമുനിയായിട്ട് മാറിയത് എന്ന് വാൽമീകി പറയുകയാണ്. എന്നിട്ട് വാൽമീകി തൻ്റെ പൂർവ്വ ചരിത്രം രാമന് മുമ്പിൽ പറയുന്നു. ഞാൻ ഒരു കള്ളനായിട്ട്, നിത്യവും ചോരനായിട്ട്, വില്ലും അമ്പും ധരിച്ച് ഈ കാട്ടിലൂടെ നടന്നു പോകുന്ന ആളുകളെല്ലാം തന്നെ വധിച്ച് അവരിൽ നിന്നുള്ള വസ്തുക്കളൊക്കെ പിടിച്ചു പറിച്ച് എല്ലാ ദുഷ്ടത്തരങ്ങളും ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കാട്ടിൽ ജീവിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സപ്തമുനികൾ വരുന്നത് കണ്ടു, സപ്തർഷികൾ വരുന്നത് കണ്ടു. അവരുടെ വസ്ത്രങ്ങളും അവരുടെ കയ്യിലുള്ള സമ്പത്തും പിടിച്ചു പറിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ സമീപത്തേക്ക് ഓടിയെടുത്തു. ആ സമയത്ത് അവരെന്നോട് പറഞ്ഞു, അവരെന്നെ കണ്ട സമയത്ത് തന്നെ പറഞ്ഞു, തിഷ്ടത്വയാ കർത്തവ്യമത്രയ്ക്കും ദുഷ്ടമതയെ പരമാർത്ഥം പറക. നീ നിൽക്കുക, നീ എന്തിനാണ് ചെയ്യാൻ പോകുന്നത്? നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരുപാട് പുത്രന്മാരും ഭാര്യയുമൊക്കെ ഉണ്ട്. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. അവരെയൊക്കെ പുലർത്തുന്നതിന് വേണ്ടിയിട്ട്, അവരെയൊക്കെ പോറ്റുന്നതിന് വേണ്ടിയിട്ട് വഴിപോക്കരുടെ കയ്യിൽ നിന്ന്, ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ദ്രവ്യങ്ങളും വസ്ത്രങ്ങളും ഒക്കെ പിടിച്ചു പറിച്ചിട്ടാണ് ഞാൻ അവരെ എല്ലാവരെയും സംരക്ഷിക്കുന്നത്. ഇത് കേട്ടിട്ട് സപ്തർഷികൾ പറഞ്ഞു, എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം. നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്കുക, നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെയൊക്കെ പാപാംശം നിങ്ങൾ കൂടി സ്വീകരിക്കുമോ എന്ന് നീ പോയിട്ട് ചോദിക്കുക. നീ പോയി ചോദിച്ച് തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലുകയും പുത്രധാരാദികളോട്, മക്കളോടും ഭാര്യയോട് ചോദിക്കുന്നു, ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ട് നിങ്ങൾ വാങ്ങിയിടുമോ? പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഭരിക്കാൻ വേണ്ടി, നിങ്ങളെ നിലനിർത്താൻ വേണ്ടി, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നതുകൊണ്ട് അതിൻ്റെ ഫലം, ആ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെയൊക്കെ ഫലം നിങ്ങൾ കൂടി സ്വീകരിക്കാൻ തയ്യാറാണോ? അഥവാ അല്പമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമോ? അതോ ഞാൻ തന്നെ ഇതെല്ലാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. സത്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഗുണം, അതിൻ്റെ ഫലം താൻ തന്നെയാണ് അനുഭവിക്കേണ്ടത്. അത് ചെയ്ത ആളല്ലാതെ മറ്റൊരാൾക്കത് സ്വീകരിക്കാൻ സാധ്യമല്ല.
അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കുക തന്നെ വേണമെന്ന് പുത്രധാരാദികളെൻ്റെ മക്കളും ഭാര്യയും എന്നോട് പറഞ്ഞു. അത് കേട്ട് മനസ്സിലത് ചിന്തിച്ച് ഞാൻ ദുഃഖത്തോടുകൂടി സപ്തമുനികളെ വന്ന് നമസ്കരിച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പും വില്ലുമെല്ലാം ആ സപ്തമുനികളുടെ പാദങ്ങളിൽ ഞാൻ സമർപ്പിച്ച് നമസ്കരിച്ചിട്ട് രക്ഷിച്ചു കൊള്ളണമേ എന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എനിക്ക് ബോധ്യമായി. ഈ കർമ്മ ഗുണത്തിൻ്റെ അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെ ആ ദോഷഫലങ്ങളൊക്കെ ഞാൻ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് സപ്തമുനികളുടെ പാദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പും വില്ലും എല്ലാം അവിടെ സമർപ്പിച്ചുകൊണ്ട് സപ്തമുനികളോട് രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു. ആ മുനിവരന്മാർ ഉത്തിഷ്ഠഭദ്രം ഉത്തിഷ്ഠത്തെ സന്തതം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചു. സദ്യഫലം വരും സജ്ജന സംഗമം, സജ്ജനങ്ങളോടുള്ള സംഗമം കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലമുണ്ടാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറയുകയാണ്, പരസ്പരം സപ്തമുനികൾ പരസ്പരം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നു, ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശം, നിനക്ക് ഇന്ന് തന്നെ ഞങ്ങൾ ഒരു ഉപദേശം തരാം, ആ ഉപദേശം സ്വീകരിക്കുക. എന്നിട്ട് അവർ പറയുകയാണ്, പരസ്പരം അവർ സംസാരിക്കുകയാണ്, സപ്തമുനികൾ പരസ്പരം ചർച്ച ചെയ്യുന്നു. ദുർവൃത്തനേറ്റം ദിജാധമൻ ഇവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും, ഇയാള് ദുർവൃത്തനാണ്, ഏറ്റവും മോശകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. എന്നിരുന്നാലും എല്ലാ ദിവ്യജനങ്ങളും ഇയാൾ ഉപേക്ഷിച്ച ആളുമാണ്. എന്നിരുന്നാലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്പോഭിവ, എന്നെ രക്ഷിക്കൂ എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അവനെ രക്ഷിക്കണം എന്നുള്ളത് ഒരു ശാസ്ത്രമുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഇദ്ദേഹത്തെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സപ്തമുനികൾ ഇദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. ഇത്തമുക്ത രാമനാമ വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലി തന്നാർ. ഇവിടെ വാൽമീകി രാമനോട് പറയുകയാണ്. വാൽമീകി പറയുന്നു, ദുർവൃത്തനായിട്ടുള്ള ഇയാളെ എല്ലാവരും ഉപേക്ഷിച്ച ആളാണ്. സ്വന്തം ഭാര്യയും മക്കളും പോലും പറഞ്ഞു അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ അനുഭവിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ ആളുകളും ഇദ്ദേഹത്തെ ദുഷ്ടനായിട്ട് കണ്ടു. അതുകൊണ്ട് ആരും തന്നെ അടുപ്പിക്കുന്നില്ല. പക്ഷേ എന്നെ രക്ഷിക്കണമെന്ന് പറയുന്ന, എല്ലാം സമർപ്പിച്ചുകൊണ്ട് തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ട് എന്നെ രക്ഷിക്കണമെന്ന് പറയുന്ന ഒരാളായതുകൊണ്ട് അയാളെ നമുക്ക് രക്ഷിക്കണം എന്ന് സപ്തമുനികൾ തീരുമാനിക്കുകയാണ്. എന്നിട്ട് സപ്തമുനികൾ പറയുന്നു, നിത്യം മരാമരയത്യേവം ജപിക്ക നീ ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട് അനാരതം, മനസ്സിന് ഏകാഗ്ര ബുദ്ധിയോടുകൂടി ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട് മര എന്ന് ജപിക്കുക. ഇവിടെ അതിനു മുമ്പ് പറയുന്നു വ്യത്യസ്ത വർണ്ണരൂപേണ രാമനാമദ്വയം, രാമനാമമാകുന്ന ആ മന്ത്രത്തെ വ്യത്യസ്ത രൂപത്തിൽ മര എന്ന രീതിയിൽ വിപരീത ദിശയിൽ ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിരുന്നീ. സപ്തമുനികൾ തിരിച്ചു വരുന്നത് വരെ എവിടെ അത്രയും കാലം വരെയും ആ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് മര എന്ന് ജപിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കൂ എന്ന് സപ്തമുനികൾ എന്നോട് പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ അന്ന് മുതൽ മര എന്നുള്ള വ്യത്യസ്ത മന്ത്രം ജപിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നു. എനിക്ക് ചുറ്റും പുറ്റുകൊണ്ട് മൂടി, ഞാൻ അറിഞ്ഞില്ല. കുറച്ചു കാലത്തിന് ശേഷം, ഒരുപാട് കാലത്തിന് ശേഷം ആ സപ്തമുനികൾ അതിലേ വരികയും ഈ പുറ്റിന്റെ അകത്തു നിന്ന് ഈ മന്ത്രം കേൾക്കുകയും ചെയ്തപ്പോൾ അവരെന്നോട് നിഷ്ക്രമിച്ചിടൂ, പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. വെളിയിൽ വരുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നു. വൽമീക മധ്യതോ നിന്ന്, അതായത് ആ ചിതൽപുറ്റിന്റെ അകത്ത് നിന്ന്, വൽമീകം എന്നാൽ ചിതൽപുറ്റ്, ആ ചിതൽപുറ്റിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നതുകൊണ്ട് അവരെനിക്ക് വാൽമീകി എന്ന പേര് നൽകുകയുണ്ടായി. എന്നിട്ട് വാൽമീകി പറയുകയാണ് രാമനോട്, രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ. അല്ലയോ ശ്രീരാമ, അങ്ങയുടെ നാമം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മഹാമുനിയായിട്ട് മാറിയത്. ഞാൻ അത്രത്തോളം ദുഷ്കർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. അങ്ങയുടെ നാമത്തിൻ്റെ മഹിമ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇതുപോലെ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് മുന്നം ചെയ്ത പുണ്യം, ഞാൻ ഇത്രയും കാലം ജപിച്ചതിൻ്റെ പുണ്യം ഇന്ന് അങ്ങയെ കണ്ടതോടുകൂടി തീർച്ചയായിട്ടും എനിക്ക് ലഭിക്കുകയും ചെയ്തു രാമ എന്ന് പറയുന്നു. അതിനുശേഷം രാമനെ വാൽമീകി സ്തുതിക്കുകയാണ്. അതിനുശേഷം അവസാനം പറയുന്നു, സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും, സീതയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സ്ഥലം അല്ലയോ രാമ ഞാൻ അങ്ങേക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ കൂടെ വാൽമീകി ശ്രീരാമ സീത ലക്ഷ്മണന്മാരോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നു. ചിത്രകൂടാചല ഗംഗയോരന്തര ചിത്രമായൊരുടജം തീർത്ത് മാമുനി തെക്കും വടക്കും കിഴക്കും. ചിത്രകൂടം എന്ന് പറയുന്ന ചിത്രകൂട പർവ്വതത്തിന്റെ താഴ്വരയിൽ ഗംഗാനദിയുടെ തീരത്ത് മനോഹരമായിട്ടുള്ളൊരു ഭൂമി കാണിച്ചു കൊടുത്തിട്ട് വാൽമീകി പറയുന്നു, ഇവിടെ പർണശാല തീർത്തുകൊണ്ട് വസിച്ചാലും എന്ന് പറയുന്നു. അതിനനുസരിച്ച് ശ്രീരാമൻ സീതയോട് ചേർന്ന് ലക്ഷ്മണ സേവിതനായിട്ട്
ചിത്രകൂടത്തിൻ്റെ കരയിൽ, ചിത്രകൂടത്തിൻ്റെ താഴ്വരയിൽ, ഗംഗാനദി തീരത്തിൽ ചിത്രകൂടം എന്ന് പറയുന്ന ആ ഭാഗത്ത് ശ്രീരാമൻ വസിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ പർണശാല നിർമ്മിക്കുന്നു. സീതയോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. നല്ല ഒരു ആശ്രമം അവിടെ, രാമചന്ദ്രാശ്രമം നിർമ്മിക്കുന്നു. തെക്കുവടക്കും കിഴക്ക് പടിഞ്ഞാറുമായിട്ട് 2 പർണശാലകൾ നിർമ്മിച്ച് അവിടെ വസിക്കണമെന്ന വാൽമീകിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ശ്രീരാമൻ സീതാലക്ഷ്മണന്മാരോടൊപ്പം അവിടെ ഒരു ഉപമ പറയുന്നുണ്ട്. ദേവമുനിവര സേവിതനായ ഒരു ദേവരാജൻ ദിവി വാഴുന്നത് പോലെ നാരദ സേവിതനായിട്ടുള്ള ദേവേന്ദ്രൻ എപ്രകാരമാണോ സ്വർഗത്തിൽ വസിക്കുന്നത്, അതേ പ്രകാരത്തിൽ വാൽമീകിയാൽ പൂജിതനായിട്ട് ശ്രീരാമൻ ചിത്രകൂടത്തിൽ ആനന്ദത്തോടുകൂടി സീതാസമേതനായി വസിക്കുന്നു. അതിനുശേഷം നേരെ നമ്മളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് അയോധ്യയിലേക്കാണ്. കാരണം ശ്രീരാമനെ വനത്തിലേക്ക്, ഉൾവനത്തിലേക്ക്, അരണ്യത്തിലേക്ക് എത്തിച്ചതിന് ശേഷം സുമന്ത്രർ തിരിച്ച് അയോധ്യയിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധേയ രാമായണം ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്ന അയോധ്യയിലേക്കാണ്. അയോധ്യയിലേക്ക് സുമന്ത്രർ എത്തിച്ചേരുകയും ദശരഥന്റെ മുമ്പിലേക്ക് സുമന്ത്രർ ചെല്ലുന്ന ഭാഗവുമാണ് പിന്നീട് കാണിക്കുന്നത്. അവിടെ ഒരു കാര്യം പറയുന്നു, തൻ്റെ കണ്ണീര് തുടച്ചുകൊണ്ട്, സുമന്ത്രർക്ക് അത്രത്തോളം ദുഃഖമുണ്ട് രാമനെ പിരിഞ്ഞതുകൊണ്ട്, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ. പക്ഷെ ദശരഥന്റെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് ആ കണ്ണീരൊക്കെ തുടച്ച് ദശരഥന് മുമ്പിൽ എത്തിയിട്ട് ശ്രീരാമൻ വനവാസത്തിന് ഇന്ന സ്ഥലം വരെ എത്തിച്ചു, ശൃംഗീവേരത്തിൽ എത്തിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് സുമന്ത്രർ അവിടെ എത്തി. സുമന്ത്രരെ കണ്ട ഉടനെ തന്നെ ദശരഥൻ ചോദിക്കുന്നു, സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ, നിർലജ്ജനായി അതിപാപിയാം എന്നോട് ചൊല്ലുവാൻ എന്തോന്ന് ചൊല്ലിയത്, എന്നോട് ലക്ഷ്മണൻ എന്തു പറഞ്ഞു, വിശേഷിച്ച് ലക്ഷ്മീ സമയായ ജാനകി ദേവിയും. അല്ലയോ സുമന്ത്രരെ, ശ്രീരാമനും സീതയും ലക്ഷ്മണനും അവരെവിടെ എത്തിയിട്ടുണ്ട്, അവരേത് ദിക്കിലേക്കാണ് പോയിട്ടുള്ളത്, അവരെന്നോട് എന്താണ് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥൻ വാവിട്ട് കരയുകയാണ്. ഹാ രാമ, ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചന, ബാലേ മിഥിലജേ, ദുഃഖം മുഴുത്ത് മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാം എന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ട് എനിക്ക് മരിപ്പാനും ഇക്കാലം വന്നു ഇക്കാലമില്ല സുഹൃതം, ഇക്കാലമില്ലാതെ വന്ന സുഹൃതവും. ഞാൻ മരിക്കാൻ തുടങ്ങുന്ന ഈ സമയത്ത് എൻ്റെ അടുത്ത് മക്കളുടെ സമീപത്തോടുകൂടി മരിക്കണമെന്നുള്ള ആഗ്രഹം പോലും എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥൻ ഭാവിട്ട് കരയുകയാണ്. അതിന് മറുപടിയായിട്ട് സുമന്ത്രർ പറയുന്നു, ശൃംഗിവേരാഘ്യപുര സവിതയെ ചെന്ന് ഗംഗാതലെ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുത് ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. ശൃംഗിവേരപുരത്തിൽ, ഗംഗാതീരത്ത് ശൃംഗിവേരപുരത്തിൽ എത്തിയ സമയത്ത് ഗുഹൻ ശ്രീരാമനെ സ്വീകരിക്കുകയും പഴങ്ങളും കായ്കനികളും കൊണ്ടുവന്ന് ശ്രീരാമനെ സ്വീകരിക്കുകയും വരവേൽക്കുകയും ശ്രീരാമൻ അതെല്ലാം കൈകൊണ്ട് തൊട്ട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രാമൻ എന്നോട് പറഞ്ഞു, ചൊല്ലണം എന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. എൻ്റെ അച്ഛനോട് പറയണം യാതൊരു തരത്തിലും ദുഃഖിക്കരുത് എന്ന് പറയണം. അതുപോലെ അമ്മയോട് പറയണം വിഷമിക്കരുതെന്ന് പറയണം. എൻ്റെ സഹോദരന്മാരോട് വിഷമിക്കരുതെന്ന് പറയണം. പിന്നെയും പിന്നെയും ചൊല്ലുക, പിതാവതി ഖിന്നനായ വാർദ്ധക്യ ആകയാൽ എൻ്റെ പിതാവിനോട് വീണ്ടും വീണ്ടും പറയണം, എനിക്ക് യാതൊരു ദുഃഖവുമില്ല എന്ന് തീർച്ചയായിട്ടും പറയണം. അച്ഛന് വാർദ്ധക്യപീഡയുണ്ട്, അതുകൊണ്ട് അച്ഛനെ വിഷമിപ്പിക്കരുത്. ധന്യമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അച്ഛനെ സമാധാനിപ്പിക്കണമെന്ന് അമ്മയോട് പറയണം. തുടങ്ങി തൻ്റെ മാതാവിനെയും പിതാവിനെയും സഹോദരന്മാരെയും സംരക്ഷിക്കാനും അവരെ വേദനിപ്പിക്കാതിരിക്കാനുമുള്ളത് എന്തെല്ലാമാണോ അതെല്ലാം തന്നെ ശ്രീരാമൻ സുമന്ത്രരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ സുമന്ത്രർ ഇവിടെ ദശരഥന്റെ മുമ്പിൽ പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൗസല്യ പറയുകയാണ്, ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടമായ ഒരു കൈകേയിക്ക് രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരാതിരുന്നതോ, മൽപുത്രനെ കാനനാന്തേ കളവതിനായി ഈ പാപി എന്തു പിഴച്ചു ദൈവമേ, ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്യുവതിന് എന്തൊരു കാരണം. ദശരഥന്റെ ഈ വാവിട്ട് നിലവിളി കേട്ടിട്ട് താൻ മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തൻ്റെ മക്കൾ അരികത്തുണ്ടാവുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുന്ന, കരയുന്ന ദശരഥനെ കണ്ടുകൊണ്ട് വേദനയോടുകൂടി ദുഃഖത്തോടു കൂടിയിട്ട് കൗസല്യ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്ങേക്ക് തന്നെ അങ്ങ് കൈകേയിക്ക് 2 വരം കൊടുത്തതിൻ്റെ ഫലമായിട്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അങ്ങേക്ക് അത്ര നിർബന്ധമായിരുന്നുവെങ്കിൽ ഭരതന് രാജ്യം കൊടുക്കാമായിരുന്നു. രാമനെ കാട്ടിലേക്ക് അയച്ചിട്ട് എന്നെ കൂടി ഇങ്ങനെ വിഷമിപ്പിച്ചത് എന്തിനാണ്? ഇതെല്ലാം അങ്ങ് തന്നെ വരുത്തി വെച്ചതല്ലേ. ഇതെല്ലാം അങ്ങ് തന്നെ വരുത്തി വച്ചിട്ട് ഇപ്പോഴിങ്ങനെ ദുഃഖിക്കുന്നതിൽ എന്താണ് കാര്യമുള്ളത് എന്ന് വേദനയോടുകൂടി കൗസല്യ ചോദിക്കുകയാണ്. കൗസല്യ മാതാവിൻ്റെ ഈ ചോദ്യം കേട്ട സമയത്ത് ദശരഥൻ പറയുക,
പുണ്ണിൽ ഒരു കൊള്ളി വെക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. പുണ്ണിൽ ഒരു തീക്കൊള്ളി വെക്കുന്നത് പോലെ നീ വീണ്ടും വീണ്ടും എന്നെ വേദനിപ്പിക്കല്ലേ കൗസല്യേ. ഞാനിപ്പോൾ ഈ ദുഃഖം അനുഭവിക്കുന്നതിന്റെ കാരണം എനിക്ക് പണ്ട് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. കേൾക്ക നീ ശാപപ്രകാരം മനോഹരെ, സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അല്ലയോ കൗസല്യെ, പണ്ടെനിക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്. ഒരു തപോധനൻ എന്നെ ശപിച്ചിട്ടുണ്ട്. സാക്ഷാൽ തപസ്വികളായിരിക്കുന്ന ആളുകൾ ഈശ്വരന്മാർ തന്നെയാണ് എന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു. കാരണം അർദ്ധരാത്രിയിൽ ശരജാലവും ചാപവുമൊക്കെ ധരിച്ചുകൊണ്ട് നായാട്ടിനായിട്ട് ഞാൻ പോയ സമയത്ത് ഒരു നദീതീരത്ത് വനത്തിനകത്ത് നിൽക്കുന്ന സമയത്ത് ഒരു മുനികുമാരൻ തൻ്റെ മാതാപിതാക്കൾക്ക് ദാഹജലം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ നദീതീരത്തേക്ക് എത്തിച്ചേരുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുടം കൊണ്ട് ആ നദിയിൽ നിന്ന് ജലം ശേഖരിക്കുകയും ചെയ്ത സമയത്ത് ആ ഇരുട്ടായതുകൊണ്ട് ആ കുടത്തിനകത്തേക്ക് ജലം കയറുന്ന ശബ്ദം കേട്ടപ്പോൾ ആന തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ജലം കുടിക്കുകയാണ് എന്ന് ചിന്തിച്ചിട്ട് ഞാൻ അസ്ത്രം പ്രയോഗിച്ചു. ആ അസ്ത്രം പ്രയോഗിച്ച സമയത്ത് ഹാ ഹദോസ്മ്യഹം ഹാ ഹദോസ്മ്യഹം ഹാ ഹേതി കേട്ടിതു മാനുഷവാക്യമം, ഒരു മനുഷ്യന്റെ കരച്ചിൽ ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നു, ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല, ഞാൻ ആരോടും ഒരു ദോഷം ചെയ്തിട്ടില്ല. എൻ്റെ കണ്ണു കാണാത്ത മാതാപിതാക്കൾ അവർ ദാഹിച്ചു വലയുന്നത് കൊണ്ട് അവർക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ജലം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിട്ടും എനിക്ക് ഇങ്ങനെ ഒരു ദുഷ്കൃതി വരുവാൻ എന്താണ് കാരണമെന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ശബ്ദം കേട്ടപ്പോഴാണ് ദശരഥന് അതൊരു ആനയല്ല, ഒരു താപസകുമാരനാണ് എന്ന് മനസ്സിലായത്. ദശരഥൻ വേഗത്തിൽ തന്നെ ആ മുനികുമാരൻ്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് മാപ്പപേക്ഷിക്കുകയാണ്. സ്വാമിൻ, ദശരഥനായ രാജാവ് ഞാൻ, മാം അപരാധിനം രക്ഷിക്ക വേണമേ. അല്ലയോ കുമാര സ്വാമിൻ, ഞാൻ അയോധ്യ രാജാവായിട്ടുള്ള ദശരഥനാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എന്നോട് ക്ഷമിക്കൂ. ഞാൻ അറിയാതെ നായാട്ടിന് വന്ന സമയത്ത് ആന തുമ്പിക്കൈയിൽ ജലം ശേഖരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അസ്ത്രപ്രയോഗം നടത്തിയത്. അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചാലും എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് മുനിബാലൻ പറയുകയാണ്, കർമ്മമത്രയെ തടുക്കാവതല്ലാർക്കുമേ. ഇത് കർമ്മഗതിയാണ്, ആർക്കും മാറ്റുവാൻ സാധ്യമല്ല. ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവുകയില്ല, ഞാൻ വൈശ്യനാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, വാർദ്ധക്യം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ട എൻ്റെ മാതാപിതാക്കൾ ജലത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യുക, ഈ കുടത്തിലെ ജലം അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് അവരോട് ഈ വൃത്താന്തമൊക്കെ അറിയിക്കുക. ഇത് സത്യമായിട്ട് അവർ മനസ്സിലാക്കുകയാണ് എങ്കിൽ അവർ നിന്നെ രക്ഷിക്കും. എന്നോട് താതൻ, എൻ്റെ പിതാവിന് കോപമുണ്ടാവുകയാണെങ്കിൽ ആ താതൻ്റെ ശാപം കൊണ്ട് നീ ഭസ്മമായി പോവുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ജലം എത്തിച്ചു കൊടുക്കുക. അതിനു മുമ്പ് എൻ്റെ ശരീരത്തിൽ തറച്ചിരിക്കുന്ന ഈ അമ്പ് ഊരിയെടുക്കണം, അതിൻ്റെ വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ദശരഥൻ ആ മുനികുമാരൻ്റെ ശരീരത്തിൽ നിന്ന് അമ്പ് പറിച്ചെടുക്കുകയും ആ മുനികുമാരൻ മരണം വരിക്കുകയും ചെയ്യുന്നു. എന്തായാലും തൻ്റെ കയ്യിലുള്ള ആ കുടത്തിലെ ജലവും കൊണ്ട് കണ്ണു കാണാതെ ജലത്തിന് വേണ്ടി, ദാഹജലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ വൃദ്ധ തപസ്വികളുടെ അടുത്തേക്ക് ദശരഥൻ എത്തിച്ചേരുകയും ആ സമയത്ത് ജലം ശേഖരിക്കാൻ വേണ്ടി പോയ കുമാരൻ വരുന്നത് വൈകിയത് കൊണ്ട് കണ്ണു കാണാതിരിക്കുന്ന അവർ പറയുകയാണ്, അവർ ചിന്തിക്കുകയാണ്, ആ തപസ്വികൾ ചിന്തിക്കുകയാണ്, ആരും ഞങ്ങൾക്കൊരു ആശ്രയമില്ല, ആ മകൻ മാത്രമേ ഉള്ളൂ, അവനും ഞങ്ങളെ മറന്നുവോ? ജലം ദാഹിച്ചിട്ട് ജലമെടുക്കാൻ വേണ്ടി പോയ മകനും ഞങ്ങളെ മറന്നുവോ എന്ന് പറയുന്ന സമയത്താണ് ദശരഥന്റെ കാൽപെരുമാറ്റം അവർ കേൾക്കുന്നത്. ആ കാൽപെരുമാറ്റം കേട്ടുകൊണ്ട് ആ തപസ്വികൾ പറയുന്നു, എന്താണ് മോനെ വരാൻ വൈകിയത് എന്ന് ചോദിക്കുമ്പോൾ ദശരഥൻ ദുഃഖത്തോടുകൂടി പറയുന്നു, പുത്രനല്ല അയോധ്യാധിപനാകിയ പ്രതീശൻ, ഞാൻ അങ്ങയുടെ മകനല്ല, ഞാൻ അയോധ്യ രാജാവായിട്ടുള്ള ദശരഥനാണ്. ഞാൻ രാത്രിയിൽ നായാട്ടിനായിട്ട് വന്നതായിരുന്നു. വന്ന സമയത്ത് ആ നദിയുടെ തീരത്ത് ഇരിക്കുന്ന സമയത്താണ് അങ്ങയുടെ മകൻ കുംഭത്തിൽ ജലം ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത്. ആ കുംഭത്തിലേക്ക് ജലം കയറുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കൈയിൽ ജലം ശേഖരിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞാൻ അസ്ത്രപ്രയോഗം ചെയ്തു. അതുകൊണ്ട് ആ അസ്ത്രം അങ്ങയുടെ മകന്റെ ശരീരത്തിൽ പതിച്ചു. ആ ബാലനെ ഞാൻ പോയി കണ്ടു.
എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. ആ മകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം അങ്ങ് മനസ്സിലാക്കിയാലും കർമ്മമത്രേ മമ വന്നത് തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ എന്ന് ആ മകൻ പറഞ്ഞു. കണ്ണും പൊടിഞ്ഞ് വയസ്സുമേറെ പൊക്ക് പർണശാലാന്തെ വിശന്ന് ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്ക എന്നവൻ എന്നോട് പറഞ്ഞു. പർണശാലയിൽ ദാഹവും വിശപ്പും കൊണ്ട് തളർന്നിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾക്ക് ഈ ജലം കൊണ്ടു കൊടുത്താലും എന്ന് മകൻ എന്നോട് പറഞ്ഞു. ജ്ഞാനികളായിട്ടുള്ള അല്ലയോ അവിടുന്ന് എന്നെ രക്ഷിക്കണം, എന്നോട് ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയ മറ്റില്ല പാപിയായോരടിയന് അവലംബനം. അങ്ങയുടെ പാദങ്ങളല്ലാതെ എനിക്ക് മറ്റൊരു ആശ്രയവുമില്ല എന്നെല്ലാം ദശരഥൻ ആ താപസ പുങ്കവന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് വേദനയോടുകൂടി ദുഃഖത്തോടുകൂടി പറയുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ആ താപസൻ ദശരഥനോട് ദുഃഖത്തോടു കൂടിയിട്ട് പറയുന്നു, പുത്രൻ എവിടെ കിടക്കുന്നു? എൻ്റെ മകൻ എവിടെയാ കിടക്കുന്നത്? അവിടേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോയാട്ടെ എന്ന് പറയുന്നു. ദശരഥൻ ആ രണ്ട് പേരെയും, മാതാവിനെയും പിതാവിനെയും, മകന്റെ ശരീരത്തിന്റെ സമീപത്തേക്ക് എത്തിച്ചു. മകന്റെ ശരീരം തൊട്ട് തലോടിക്കൊണ്ട് ആ മാതാപിതാക്കൾ പൊട്ടിക്കരയുകയാണ്. ദീനതയോട് മകനുടൽ കാട്ടിനേൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ട് തലോടി തനയ ശരീരവും തങ്ങളുടെ ആ മകന്റെ ജീവനറ്റ ശരീരത്തെ തൊട്ട് തലോടിക്കൊണ്ട് വിലപിക്കുകയാണ് അവർ ദശരഥനോട് പറഞ്ഞു, നീ ഇനി നല്ല ചിത ചമച്ചിടണം, നീ നല്ലൊരു ചിത ഉണ്ടാക്കൂ, തീയുമേറ്റം ജ്വലിപ്പിക്കുക. തത്ര ഞാനും ചിത കൂട്ടി. ദശരഥൻ പറയുകയാണ്, അങ്ങനെ ആ താപസൻ മാതാപിതാക്കൾ നല്ലൊരു ചിത ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നല്ലൊരു ചിത ഉണ്ടാക്കുകയും അഗ്നി ജ്വലിപ്പിക്കുകയും ചെയ്തു. ആ അഗ്നിയിൽ മകന്റെ ശരീരം വെച്ച് അഗ്നിജ്വാല പകർത്തിയ സമയത്ത് ആ വൃദ്ധ ദമ്പതിമാർ ആ അഗ്നിയിൽ പ്രവേശിക്കുകയും അവർ അവരുടെ ജീവിതം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത്, അവരുടെ ജീവൻ വേർപെടുന്ന സമയത്ത് അദ്ദേഹം, ആ താപസ പുങ്കവൻ അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞു, പുത്രശോകത്താൽ മരിക്ക എന്ന് ചൊല്ലി. ദശരഥ, നീ പുത്രശോകം കൊണ്ട്, പുത്രനെ വേർപെട്ടുകൊണ്ട് അതിൻ്റെ ദുഃഖത്തിൽ നീ മരിക്കൂ എന്ന് ആ താപസൻ എന്നോട് പറഞ്ഞു. ഇപ്പോൾ ശാപകാലം നമുക്ക് ആഗതമായതു താപസവാക്യം അസത്യമായും വരാം. ദശരഥൻ പറയുകയാണ്, ആ ശാപകാലമാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് എന്നെനിക്ക് ബോധ്യമുണ്ട്. താപസവാക്യം, ആ താപസന്റെ വാക്ക് അസത്യമായിട്ട് ഒരിക്കലും വരികയില്ല. ഇന്ന് ആ കാലം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ദശരഥൻ പറയുന്നു. അതുകൊണ്ടാണ് ദശരഥൻ ആദ്യമേ പറഞ്ഞത്, സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. സാക്ഷാലായിട്ടുള്ള തപസ്വികൾ അവർ ഈശ്വരന്മാർ തന്നെയാണ്. അവർ പറഞ്ഞ വാക്ക് യാതൊരു തരത്തിലും അസത്യമായിട്ട് വരികയില്ല എന്ന് ദശരഥന്റെ തിരിച്ചറിവ് നമ്മളിലേക്ക് പകർന്നു നൽകുകയാണ്. അതിനുശേഷം ദശരഥൻ വീണ്ടും 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 പൊട്ടിക്കരയുകയാണ്. ഹാ രാമ പുത്ര സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ, ഹാ ഗുണാംബുദേ, നിങ്ങളെയും പിരിഞ്ഞ് എൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. കൈകേയിയുടെ ഇടപെടലിലൂടെ നിങ്ങളെ പിരിഞ്ഞ് ദുഃഖിച്ച് മരിക്കേണ്ടി വരുന്നത് എൻ്റെ കർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ നേത്രനെ ചിന്തിച്ച് രാജാ ദശരഥൻ പുക്കു സുരാലയം. ശ്രീരാമനെ ചിന്തിച്ചുകൊണ്ട് ദശരഥൻ തൻ്റെ ദേഹം വിടിഞ്ഞു എന്ന് ഇവർ സ്വർഗം പുക്കു എന്ന് രാമായണത്തിൽ പറയുന്നു. അതിനുശേഷം ഭരതാഗമനമാണ്. ഇവിടെ ദശരഥൻ സ്വർഗസ്ഥനായി അഥവാ മരണത്തെ പ്രാപിച്ചു. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. ദശരഥ മഹാരാജാവിൻ്റെ വേർപാട് അഥവാ മരണം ആ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ദുഃഖത്തിലാഴ്ത്തി. എല്ലാവരും വാവിട്ട് കരഞ്ഞു തുടങ്ങി. ഇതെല്ലാം കേട്ടുകൊണ്ട് വസിഷ്ഠമുനി മന്ത്രികളെല്ലാം വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, തൈലമയദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നീടായ്വാൻ. ഒരു എണ്ണത്തോണിയിൽ ദശരഥ മഹാരാജാവിൻ്റെ ശരീരത്തെ സൂക്ഷിക്കണം. കാരണം മക്കൾ രണ്ടുപേർ, ഭരതനും ശത്രുഘ്നും ഇവിടെ ഇല്ല. അവർ അമ്മാവന്റെ നാട്ടിലാണ്, കൈകേയ രാജ്യത്താണ്. അവരെ ഇങ്ങോട്ട് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദൂതനെ വിളിച്ച് ഏർപ്പാട് ചെയ്തു. വേഗമേറിയിടും കുതിരയേറി ചെന്ന് കേകേയ രാജ്യമകമ്പുക്കു ചൊല്ലുക മാതുലനായ യുധാജിത്തിനോട്. അമ്മാവനോട് പറയുക, മക്കളെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം, ഭരതനെയും ശത്രുഘ്നെയും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് ഒരു ദൂതനെ അയച്ചു. ദൂതൻ വളരെ പെട്ടെന്ന് തന്നെ കേകേയ രാജ്യത്ത് എത്തിയിട്ട് യുധാജിത്തിനോട് കാര്യങ്ങൾ അറിയിച്ചു. ആ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എത്രയും പെട്ടെന്ന് മക്കളെ ഇവിടെ എത്തിക്കണമെന്ന് വസിഷ്ഠൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടിട്ട് യുധാജിത്ത് മക്കളെ രണ്ടുപേരെയും, ബാലകന്മാരെ അയോധ്യയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അനുവാദം കൊടുത്തു. അയോധ്യയിലേക്ക് വരുന്ന സമയത്ത് ഭരതന്റെ മനസ്സിലുള്ള ആകുലത രാമായണത്തിൽ കാണിക്കുന്നു. ഏതാനും അങ്ങൊരു ആപത്ത് അകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും
തൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമനോ തൻ്റെ പിതാവായ ദശരഥനോ തൻ്റെ താതനോ ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചോ, അതുകൊണ്ടാണോ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്ന് ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് വരുന്ന വഴിയിൽ എവിടെയും തന്നെ യാതൊരു തരത്തിലുള്ള സന്തോഷവും കാണാൻ കഴിയുന്നില്ല. സന്തോഷമില്ലാത്ത, ഐശ്വര്യമില്ലാത്ത, ദുഃഖപൂർണമായിട്ടുള്ള അവസ്ഥയാണ് അയോധ്യയിലേക്ക് വരുമ്പോൾ ഭരതൻ കാണുന്നത്. ആ ദുഃഖത്തോടു കൂടിയിട്ട് നിൽക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് നേരെ അയോധ്യയിലേക്ക് എത്തിയ ഭരതൻ നേരെ തൻ്റെ മാതാവായ കൈകേയിയെ കാണുന്നു. കൈകേയിയെ കണ്ടിട്ട് ഇവിടെ ഭരതൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൈകേയിയെ കാണുന്ന സമയത്ത് ഭരതൻ ഭക്തിയോടുകൂടിയിട്ട് കൈകേയിയെ നമസ്കരിക്കുന്നു. നമസ്കരിച്ച സമയത്ത് കൈകേയി മാതാവ് ഭരതനോട് ചോദിക്കുന്നത്, ഭദ്രമല്ലിയമാൽ കുലത്തിങ്കലൊക്കവേ മാതാവിനും ഭ്രാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലേ, എനിക്കും എൻ്റെ കുടുംബത്തിന്, അതായത് എൻ്റെ അച്ഛനോ എൻ്റെ രാജ്യത്തോ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ, എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ എന്നാണ് കൈകേയി ഭരതനോട് ചോദിക്കുന്നത്. അതിനു മറുപടിയായിട്ട് ഭരതൻ ചോദിക്കുന്നത്, ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്കുള്ളിൽ, താതൻ എവിടെ വസിക്കുന്നു മാതാവേ, മാതാവിനോട് പിരിഞ്ഞ് രഹസ്യം ഞാൻ താതനെ പണ്ട് കണ്ടീലൊരു നാളുമേ. നോക്കൂ, ഇവിടെ കൈകേയി ഭരതനോട് ചോദിക്കുന്നത് കൈകേയിയുടെ രാജ്യത്തെ വിശേഷങ്ങൾ എന്താണെന്നാണ്. അവിടെ കൈകേയിയുടെ അച്ഛന് സുഖമല്ലേ, അവിടെയുള്ള ആളുകൾക്ക് സുഖമല്ലേ, ആ രാജ്യത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കൈകേയിയുടെ ഭർത്താവായിരിക്കുന്ന ഭരതന്റെ പിതാവായിരിക്കുന്ന ദശരഥൻ മരണപ്പെട്ടു നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്കാണ് ഭരതൻ വന്നു ചേർന്നത്. പക്ഷെ കൈകേയി മാതാവ് അതൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. കൈകേയി മാതാവിന്റെ നാട്ടിൽ എന്താണ് വിശേഷം, കൈകേയി മാതാവിന്റെ അച്ഛൻ സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഭരതന്റെ ചോദ്യമാണ് പ്രസക്തം. ഭരതൻ ചോദിക്കുന്നത്, എൻ്റെ അച്ഛൻ എവിടെ? അമ്മയുടെ കൂടെ അല്ലാതെ ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അച്ഛനില്ലാതെ ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. ഇന്ന് അമ്മയെ ഞാൻ തനിച്ച് കാണേണ്ടി വരുന്നു. എല്ലാവരും ദുഃഖിച്ചിരിക്കുന്നതും കാണുന്നു. എനിക്ക് അച്ഛനെ കാണേണ്ടതുണ്ട്. അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്ക് വേദനയുണ്ട്, വിഷമമുണ്ട് എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ കൈകേയി ഭരതനോട് പറയുന്നത്, മകനെ, നീ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിനക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യവും ഇവിടെ സംഭവിച്ചിട്ടില്ല. നിനക്ക് നേടേണ്ടതൊക്കെ തന്നെ ഞാനിവിടെ നേടിത്തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്ത് വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ ത്വൽപിതാവ്. നിന്റെ പിതാവ് എല്ലാ യാഗങ്ങളും നടത്തി എല്ലാം ശ്രേഷ്ഠതയും കഴിഞ്ഞ യാഗങ്ങൾ ചെയ്ത് ലോകമെല്ലാം കീർത്തി പരത്തിയ നിന്റെ പിതാവ് സ്വർഗം പ്രാപിച്ചു എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഭരതൻ വീണു വിലാപം തുടങ്ങിനാൻ. ഭൂമിയിലേക്ക് മോഹിച്ച് വീണു, മോഹാലസ്യപ്പെട്ട് വീണു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഹാ താതാ ദുഃഖസമുദ്രേ നിമജ്യമാം, ഏതൊരു ദിക്കിന് പോയത് ഭൂപതേ. അങ്ങനെയാണ് ഭരതന്റെ വിലാപം തുടങ്ങുന്നത്. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ട് പിതാവേ. നോക്കൂ, ഇവിടെ ഭരതൻ അറിയില്ല ദശരഥന്റെ മരണത്തിന് കാരണം എന്താണ് എന്ന്. രാമന്റെ വനവാസം മനസ്സിലാക്കിയിട്ടില്ല, രാജ്യഭാരം ഭരതന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വരത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ തൻ്റെ പിതാവ് മരണപ്പെട്ടു എന്നറിഞ്ഞ ആ സമയത്ത് ഭരതന്റെ വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. ഭരതൻ പറയുന്നു, എന്നെയും ഈ രാജ്യത്തെയും രാമന്റെ കൈകളിൽ ഏൽപ്പിക്കാതെ അല്ലയോ എൻ്റെ പിതാവ് അങ്ങ് എങ്ങോട്ടാ പോയത്? നോക്കൂ, ഭരതന്റെ മനസ്സിലുള്ളത് ഈ രാജ്യത്തിന്റെ ഭാരം രാമനേൽക്കണമെന്നും താൻ രാമന്റെ കിങ്കരനായിട്ട് കൂടെ ഉണ്ടാകണമെന്നുമാണ് ഭരതന്റെ ആഗ്രഹം എന്നുള്ളത് ഈ ആദ്യ വരിയിൽ തന്നെ വ്യക്തമായിട്ട് ഭരതന്റെ വിലാപത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് കൈകേയി മകന്റെ കണ്ണ് തുടച്ചുകൊണ്ട് പറയുകയാണ്, ദുഃഖേന കിം ഫലം ഈശ്വര കൽപ്പിതമെല്ലാം അറിയുക. ഇത് കേട്ടിട്ട് ഭരതൻ ചോദിക്കുകയാണ്, തൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് അല്ലയോ അമ്മേ, എന്താണ് തൻ്റെ പിതാവ് മരണസമയത്ത് പറഞ്ഞത്? അതിന് മറുപടിയായിട്ട് കൈകേയി പറയുന്നു, താതൻ മരിക്കുന്ന നേരത്ത് ഹാ രാമ രാമ കുമാര സീതേ ലക്ഷ്മണ തുടങ്ങി രാമന്റെയും ലക്ഷ്മണന്റെയും സീതാദേവിയുടെയും നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ദശരഥൻ മരണപ്പെട്ടത് എന്ന് പറയുന്നു. അതിന് മറുപടിയായിട്ട് ഭരതൻ ചോദിക്കുന്നു, താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ? രാമൻ മരിക്കുന്ന സമയത്ത് അവരിവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൈകേയി മറുപടി കൊടുക്കുകയാണ്, മന്നവൻ രാമൻ അഭിഷേകം ആരംഭ്യ സന്നദ്ധനായത് കണ്ട് ദശരഥൻ ശ്രീരാമനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തത് കണ്ടിട്ട് എനിക്ക് മുമ്പ് ലഭിച്ച 2 വരത്തിന്റെ ഫലം കൊണ്ട്, ആ 2 വരത്തിന്റെ ഗുണം കൊണ്ട് ഞാൻ ആ 2 വരവും ദശരഥനോട് ആവശ്യപ്പെട്ടു. അതിലൊന്ന്, നിന്നെ ഈ നാടിന്റെ അധിപനാക്കണമെന്നും
രണ്ടാമത്തേത് രാമൻ വനത്തിന് പോകണം, വനവാസത്തിന് പോകണം എന്നതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രാമൻ വനത്തിലേക്ക് പോയി. പാതിവൃത്യം അവലംബിച്ചുകൊണ്ട് സീതാദേവിയും കൂടെ പോയി. ശ്രീരാമനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്മണനും കൂടെ പോയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ദുഃഖിച്ചിട്ടാണ് ദശരഥൻ തൻ്റെ ജീവൻ അവസാനിപ്പിച്ചത്, അഥവാ സ്വർഗം പോകിയത് എന്ന് നീ അറിഞ്ഞാലും എന്ന് പറയുന്നു. ഇത് കേട്ട ഭരതൻ ദുഃഖത്തോടു കൂടിയിട്ട്, ദേഷ്യത്തോടു കൂടിയിട്ട് കൈകേയിയെ നോക്കുമ്പോൾ കൈകേയി പറയുകയാണ്, ശോകത്തിന് എന്തൊരു കാരണം, രാജ്യം നിനക്ക് സംപ്രാപ്തമായി വന്നിത് പൂജ്യനായി വാഴുക ചാവല്യം കളഞ്ഞു നീ എന്തിനാ ദുഃഖിക്കുന്നത്? നിനക്ക് ഈ രാജ്യം മുഴുവൻ ലഭിച്ചില്ലേ, അതുകൊണ്ട് നീ പൂജ്യനായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ട് ജീവിച്ചാലും എന്ന് പറയുമ്പോൾ ഭരതൻ കോപത്തോടു കൂടിയിട്ട് കൈകേയിയുടെ മുഖത്തേക്ക് നോക്കുന്നു. എന്നിട്ട് അതുവരെ സ്നേഹത്തോടു കൂടി വിളിച്ച അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് ഭരതൻ, ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രഭേ നിർദ്ധയെ ദുഷ്ടേ നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേൻ ഒരു പുണ്യമില്ലാത്ത മഹാപാപി ഞാനഹോ. നിന്നോട് ഉരിയാടരുതിന് ഞാൻ ചെന്ന് വന്നിയിൽ വീണു മരിപ്പൻ, അല്ലായിലോ കാളകൂടം കുടിച്ചിടുവിൻ, അല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവിൻ, വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ, ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. അതുവരെ മാതൃസ്നേഹത്തോടു കൂടി വിളിച്ച ആ അമ്മയെ ക്രോധത്തോടു കൂടി നോക്കിക്കൊണ്ട് ഭരതൻ പറയുകയാണ്, നിന്റെ ഗർഭത്തിലാണല്ലോ ഞാൻ ജനിച്ചത്, ദുഷ്ടേ, നിനക്ക് യാതൊരു പുണ്യവുമില്ലല്ലോ, നീ ഇനി എന്നോട് സംസാരിക്കരുത്, ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും, അതല്ലെങ്കിൽ കാളകൂട വിഷം കഴിച്ച് ഞാൻ മരിക്കും, അതുമല്ലെങ്കിൽ വാളെടുത്ത് ഞാൻ എൻ്റെ കഴുത്ത് മുറിക്കും, എങ്ങനെയെങ്കിലും ഞാൻ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കും, അല്ലയോ ദുഷ്ടേ, നിന്റെ മകനാണെന്ന് പറയുന്നതിന് പോലും എനിക്ക് യാതൊരു തരത്തിലും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാമന്റെ മാതാവായ കൗസല്യാദേവിയെ കാണാൻ വേണ്ടി ഭരതൻ വളരെ വേഗത്തിൽ കൗസല്യാഗൃഹത്തിലേക്ക് സഞ്ചരിച്ചു. കൗസല്യ മാതാവിനെ കണ്ട് ഭരതൻ കൗസല്യാമാതാവിൻ്റെ പാദം നമസ്കരിക്കുകയാണ്. കണ്ണുനീരോടുകൂടി മെലിഞ്ഞു നിൽക്കുന്ന, ഏറ്റവും ക്ഷീണിച്ചു നിൽക്കുന്ന ആ കൗസല്യാമാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭരതൻ പറയുന്നു, കർമ്മദോഷങ്ങൾ കൗസല്യമാതാവ് പറയുകയാണ്, കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ട് ജന്മകൻ ദൂരത്തകപ്പെട്ട കാരണം, അല്ലയോ ഭരത, കർമ്മദോഷങ്ങൾ കൊണ്ട് ഞാൻ ഇതെല്ലാം അനുഭവിക്കുകയാണ്. എൻ്റെ മകൻ ഇപ്പോൾ ദൂരത്താണ്. ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഇവിടെ നിന്നും ചീരാമ്പരം ധരിച്ചുകൊണ്ട്, മരവുരു ധരിച്ചുകൊണ്ട്, ജടാധാരികളായിട്ട് വനത്തിലേക്ക് പോയത് കൊണ്ടാണ് ഈ ദുഃഖങ്ങളൊക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ, ഈ വിഷമങ്ങളൊക്കെ ഈ അയോധ്യയിൽ സംഭവിച്ചിട്ടുള്ളത്. ഹാ രാമ രാമ രഘുവംശ നായക നാരായണ പരമാത്മൻ ജഗൽപതേ നാഥ, ഭവാൻ മമ നന്ദനനായി വന്ന് ജാതനായിടിനാൻ, കേവലമെങ്കിലും ദുഃഖം എന്നെ പിരിയുന്നീലൊരിക്കലും. അല്ലയോ നാരായണ മഹാവിഷ്ണു, അങ്ങ് തന്നെ എൻ്റെ മകനായിട്ട് എൻ്റെ ഗർഭത്തിൽ ജനിച്ചിട്ട് പോലും ദുഃഖത്തിൽ നിന്ന് എനിക്കൊരു മോചനമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൗസല്യ മാതാവ് കരയുകയാണ്. അത് കേട്ടുകൊണ്ട് ഭരതൻ കൗസല്യ മാതാവിനോട് പറയുന്നു, രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവേ, ശ്രീരാമന്റെ അഭിഷേകം മുടക്കിയത് കൈകേയിയാണ് അമ്മേ. ഞാൻ അറിഞ്ഞിട്ടില്ല, രാഘവൻ തന്നെയാണ്, ശ്രീരാമനാണേ സത്യം, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ബ്രഹ്മഹത്യാ ശതജാതമാം പാപവും അമ്മയെ ഭുജിക്കുന്നതുണ്ട് ഞാൻ നിർണയം. ഞാൻ സത്യം ചെയ്യുന്നു, ശ്രീരാമനാണേ സത്യം, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞു ചെയ്തതാണെങ്കിൽ 1000 ബ്രഹ്മഹത്യ ചെയ്ത പാപം എന്നിൽ വന്നു ചേരട്ടെ എന്ന് ഇവിടെ ഭരതൻ കൗസല്യാമാതാവിന്റെ മുമ്പിൽ പറയുന്നു. വസിഷ്ഠമുനിയെയും ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും ഗഡ്ഗേരെ നിഗ്രഹിച്ചാലുള്ള പാപവും, എല്ലാ പാപവും, കുലഗുരുവിനെയും ഗുരുപത്നിയെയും ഒക്കെ വധിച്ചാലുണ്ടാവുന്ന പാപം എന്താണോ അതൊക്കെ എനിക്ക് സംഭവിച്ചു കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ കൗസല്യാമാതാവ് ഭരതനോട് പറയുന്നു, ഭരതനെ ചേർത്ത് പിടിച്ച് പറയുന്നു, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. അല്ലയോ മോനെ, നീ ഇതിന് യാതൊരു ദോഷവും നീ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഗാഠം പുണർന്ന് ഉത്തമാങ്കയെ മുകർന്നാൾ അതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങി. ഭരതനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിരസിൽ ചുംബിക്കുന്ന ആ ദുഃഖത്തോടുകൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന ആ കാഴ്ച കണ്ടിട്ട് ആ പുരവാസികൾ കാണുന്നവരൊക്കെ പൊട്ടി കരയുന്നൊരു കാഴ്ചയാണ്. ഇത് കണ്ടുകൊണ്ടാണ് വസിഷ്ഠൻ അങ്ങോട്ട് എത്തുന്നത്. വസിഷ്ഠൻ പറയുന്നു, ഗേദം മതി കേളിതു കേവലം, വൃദ്ധൻ ദശരഥനായ രാജാധിപൻ, മതി, ഈ ദുഃഖിച്ചതൊക്കെ മതി. ഇനി ഇവിടെ ദശരഥൻ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് നിറവേറ്റുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുമ്പോൾ ദശരഥന്റെ ആ ദുഃഖത്തിൽ, ദശരഥന്റെ മരണത്തിന്റെ ദുഃഖത്തിൽ ഭരതൻ ഏറ്റവും പ്രയാസപ്പെട്ടു നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ
വസിഷ്ഠൻ ഭരതനെ ഉപദേശിക്കുകയാണ്. വസിഷ്ഠൻ പറയുന്നു, താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ, അത് അച്ഛനാണെങ്കിലും മകനാണെങ്കിലും മരണപ്പെട്ടു പോയ ആളുകളെ ഓർത്ത് ദുഃഖിക്കുന്നവർ ബുദ്ധിയില്ലാത്തവരാണ്. പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്ന് മോഹിച്ചു വീണിടുവോർ നിസ്സാരം എത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. അച്ഛനാണെങ്കിലും മകനാണെങ്കിലും മരണപ്പെട്ടു പോയാൽ അവരെക്കുറിച്ച് ഓർത്തിട്ട് മാറത്തലച്ച് മുറവിളിച്ച് കരയുന്ന ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് അത് ശാശ്വതമായിട്ടുള്ള ഒന്നല്ല എന്നുള്ളതാണ്. സത്സംഗം മാത്രമേ ശുഭകരമായിട്ടുള്ളൂ. വീണ്ടും ഉപദേശിക്കുന്നു, ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം. ജനിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഭൂമിയിൽ തീർച്ചയായിട്ടും നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. ജന്മം മരിച്ചവർക്കും വരും, മരിച്ചവർ വീണ്ടും ജനിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ജന്മവും മരണവും ജനനവും മരണവും വീണ്ടും 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 സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്ന് ഓർക്കണമല്ലോ സ്വകർമ്മവശകതം. അവനവന്റെ കർമ്മഗതി അനുസരിച്ച് വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യും എന്നുള്ള സത്യം മനസ്സിലാക്കുക. അതാർക്കും തടുക്കുവാനും സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുന വേർപ്പെടുന്നേരവും ദുഃഖമില്ലേതുമേ. ഈ തത്വത്തെ അറിയുന്ന, ഈ തത്വത്തെ മനസ്സിലാക്കിയിട്ടുള്ള വിദ്വാൻമാർ അവരൊരിക്കലും പുത്രന്മാരോ അല്ലെങ്കിൽ പുത്രനോ മിത്രമോ അതുപോലെ ഭാര്യയോ സമ്പത്തോ എന്ത് നഷ്ടപ്പെട്ടാലും, തൻ്റെ സുഹൃത്തുക്കൾ മരണപ്പെട്ടാലും അച്ഛൻ മരണപ്പെട്ടാലും അമ്മ മരണപ്പെട്ടാലും വേണ്ടപ്പെട്ടവരാരൊക്കെ മരണപ്പെട്ടാലും അതിൽ ദുഃഖിക്കുകയില്ല. കാരണം കർമ്മഗതി അനുസരിച്ച് വീണ്ടും ജനനവും മരണവും വരുമെന്നുള്ള തത്വത്തെ അറിയുന്ന വിദ്വാൻമാർ അതിനെ മനസ്സിലാക്കിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കിയാലും എന്ന് പറയുന്നു. അതിനുശേഷം പറയുകയാണ്, കമ്പിത പത്രാഗ്ര ലഗ്നാംബു ബിന്ദുവൽ സമ്പതിച്ചിടും ആയുസ്സതി നശ്വരം. അതായത് ഒരു ഇളകുന്ന ഒരു ഇലയുടെ തുമ്പിൽ ഒരു തുള്ളി വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം എത്ര സമയത്തേക്കാണോ ആ ഇലത്തുമ്പിൽ നിൽക്കുന്നത് അത്രമാത്രമേ ആയുസ് നിലനിൽക്കുകയുള്ളൂ എന്ന് നീ അറിഞ്ഞാലും എന്ന് പറയുകയാണ്. അതിനുശേഷം പറയുന്നു, ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ച് പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. ജീർണിച്ച വസ്ത്രങ്ങൾ എങ്ങനെയാണോ ഒഴിവാക്കിയിട്ട് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അതേപോലെ ആത്മാവ് ജീർണിച്ച ശരീരത്തെ ഒഴിവാക്കിയിട്ട് ശ്രേഷ്ഠമായ മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കൂ ഭരത, ആത്മാവിനില്ല ജനനവും മരണവും, ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. 6 ഭാവങ്ങളില്ലാത്തതാണ് ആത്മാവ്. 6 ഭാവങ്ങൾ എന്നത് ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. ഈ 6 അവസ്ഥകളില്ലാത്തതാണ് ആത്മാവ് എന്ന് ഭരത നീ മനസ്സിലാക്കിയാലും എന്ന് പറഞ്ഞ് ഭരതൻ ഉപദേശിക്കുന്നു. ചിത്തെ ദൃഢമായി അറിഞ്ഞ് ദുഃഖങ്ങളും ത്യക്വാ തുടങ്ങുക കർമ്മസമൂഹവും. അതുകൊണ്ട് ഇതിലൊന്നും, ഈ ദുഃഖത്തിലൊന്നും വീണ് നിന്റെ കർത്തവ്യങ്ങളിൽ മറന്നു പോകാതെ ഭരത നീ കർത്തവ്യത്തിലേക്ക് ഇറങ്ങണം, നിന്റെ കടമ നിർവഹിക്കണം എന്ന് വസിഷ്ഠൻ ഇവിടെ ഭരതനെ ഉപദേശിക്കുന്നു. ഇത്രയുമാണ് ഇന്നത്തെ പാഠ്യഭാഗം, ഇന്ന് ചർച്ച ചെയ്യുന്ന ഭാഗം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട 5 പാഠഭാഗങ്ങൾ ഇതിലുണ്ട്. ഒന്ന് വാൽമീകിയുടെ പൂർവകഥ. ആ വാൽമീകിയുടെ പൂർവകഥയിൽ നമുക്കെല്ലാവർക്കും എല്ലാ കാലത്തേക്കുമുള്ള വലിയൊരു സന്ദേശം അതിൽ നൽകുന്നു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതിൻ്റെ ഗുണം അനുഭവിക്കേണ്ടത്, ദോഷം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഇവിടെ ആ കാട്ടാളനായിരുന്ന ആ വാൽമീകി മഹർഷി കാട്ടാളനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ മനംമാറ്റം, അതിൽ നിന്നാണ് മരാമര എന്നുള്ള മന്ത്രോപദേശം കിട്ടുന്നത്. എന്തുകൊണ്ട് മരാമര എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന കർമ്മഗതി അനുസരിച്ച് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട്. നോക്കൂ, അവിടെ സപ്തമുനികൾ പറയുന്നു, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കർമ്മഗതി അനുസരിച്ച് അദ്ദേഹത്തെ ചേർക്കാൻ പോലും പാടില്ല. പക്ഷേ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിച്ചത് കൊണ്ട്, തത്വബോധം അറിയണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് രക്ഷിക്കണമെന്ന് ആ സപ്തർഷികൾ തീരുമാനിച്ചുകൊണ്ടാണ് മരാമര എന്നുള്ള മന്ത്രം ഉപദേശിക്കുന്നത്. ഞങ്ങൾ വരുന്ന കാലം വരെ ജപിക്കാനാണ് പറഞ്ഞത്. എത്ര കാലം കഴിഞ്ഞാലും അത്രയും കാലം ജപിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞത് അതുവരെ ചെയ്ത കർമ്മ പ്രാരബ്ധങ്ങളുടെ ക്ഷയമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ കർമ്മപ്രാരബ്ധങ്ങൾ ക്ഷയമുണ്ടായ സമയത്ത് സപ്തർഷികൾ വീണ്ടും വരികയും ആ സമയത്തേക്ക് വാൽമീകം കൊണ്ട് അഥവാ ചിതൽപുറ്റ് കൊണ്ട് മൂടപ്പെട്ട നിലയിൽ ആ വാൽമീകി അതിൻ്റെ അകത്ത് നിന്ന്, വാൽമീകത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നതുകൊണ്ട്
വാൽമീകി എന്ന പേര് സപ്തർഷികൾ നൽകുകയും ചെയ്തത് കൊണ്ടാണ്, അല്ലയോ രാമ, അങ്ങയുടെ നാമമഹിമ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി തീർന്നത് എന്ന് വാൽമീകി ആദ്യം പറയുന്നത് നമുക്കുള്ള സന്ദേശമാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോകുന്ന കർമ്മങ്ങൾ, ആ കർമ്മ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടത് ജന്മങ്ങളെടുത്താണെങ്കിലും നമ്മൾ തന്നെയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പും കർമ്മദോഷം വരാത്ത രീതിയിൽ കർമ്മഗുണത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്രേരണ വാൽമീകിയുടെ ആത്മകഥ കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് രാമായണത്തിലൂടെ ഒരു പാഠമായിട്ട് നൽകുന്നു. പിന്നീട് ചിത്രകൂടത്തിൽ പ്രവേശിക്കുന്നു. ദശരഥന്റെ ചരമഗതിയും അവിടെയും കർമ്മഗതിയെക്കുറിച്ച് ദശരഥൻ പറയുന്നുണ്ട്. മുൻപ് കാട്ടിൽ പോയ സമയത്ത് ഉണ്ടായ അനുഭവം, അവിടെ പറയുന്നൊരു വാക്ക് ശ്രദ്ധിക്കണം, സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. സാക്ഷാൽ തപസ്വികളായിട്ടുള്ള ആളുകൾ പറയുന്ന വാക്ക് എത്ര കാലം കഴിഞ്ഞാലും അത് സത്യമായിട്ട് വന്നു ചേരും എന്നൊരു ദൃഷ്ടാന്തം ഇവിടെ ദശരഥൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ കാലത്ത് തപസ്വികളെക്കുറിച്ചോ ഗുരുക്കന്മാരെക്കുറിച്ചോ കൃത്യമായിട്ടുള്ള ചിന്ത പോലും ആരും ചിന്തിക്കാത്തൊരു കാലഘട്ടത്തിലാണ് രാമായണത്തിൽ പറയുന്ന ആ വാക്കിന് പ്രാധാന്യമുള്ളത്. കാരണം തൻ്റെ മകനെ അബദ്ധവശാലാണെങ്കിൽ പോലും ദശരഥന്റെ കൈകൊണ്ട് മരണമുണ്ടായ സമയത്ത് ആ വന്നിയിൽ മകന്റെ ചിതയോടൊപ്പം തന്നെ ജീവൻ അവസാനിപ്പിച്ച ആ മാതാപിതാക്കൾ അവിടെ അവസാനമായിട്ട് ആ പിതാവ് പറയുന്ന വാക്കാണ് പുത്രശോകത്താൽ മരിക്കൂ എന്ന്. ദശരഥന് കിട്ടിയ ഒരു ശാപമാണ്. ഇന്ന് കാലം ഒരുപാട് കടന്നു പോയിട്ട് കാലം അതിനുള്ളൊരു സാഹചര്യത്തെ അവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ശ്രീരാമൻ വനവാസത്തിന് പോകാൻ കാരണമാകുന്നു. ആ രാമനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, തന്റെ മകനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ദുഃഖിക്കേണ്ടി വരുന്ന ദശരഥൻ അപ്പോഴാണ് ഓർമ്മ വരുന്നത് തനിക്ക് ഇങ്ങനെ ഒരു ശാപം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരാണ്. അവർ അത്രയും കാലം മുമ്പ് പറഞ്ഞൊരു കാര്യം ഇന്ന് ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ മകനില്ലാത്ത ഈ സമയത്തായിരിക്കും എൻ്റെ മരണം എന്നിവിടെ ദശരഥൻ ഉറപ്പിക്കുന്നു. അത് ഉറപ്പിക്കാനുള്ള മറ്റൊരു കാരണം നോക്കൂ, കേകയ രാജ്യത്താണ് രണ്ട് മക്കൾ, ഭരതനും ശത്രുഘ്നും കേകയ രാജ്യത്താണ്. രാമനും ലക്ഷ്മണനും വനവാസത്തിന് പോയിട്ടുണ്ട്. 4 കുമാരന്മാർ, 4 കുട്ടികൾ തനിക്കുണ്ടായിട്ട് പോലും തൻ്റെ മരണസമയം അടുത്തു എന്ന് ദശരഥൻ ഉറപ്പിക്കാൻ കാരണം ആ തപസ്വിയുടെ വാക്കാണ്. തൻ്റെ 4 കുമാരന്മാരും ഇവിടെ ഇല്ലാത്ത സമയം താൻ ഇത്രത്തോളം ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ അത് ആ തപസ്വിയുടെ വാക്കിന്റെ ഫലമാണ് എന്ന് ഇവിടെ ദശരഥൻ ഉറപ്പിക്കുകയാണ്. മാത്രമല്ല ആ തപസ്വി തൻ്റെ ഒരു മകനെ കൊണ്ടുള്ള ദുഃഖമാണ് അനുഭവിച്ചതെങ്കിൽ ഇവിടെ അതിന് പകരമായിട്ട് 4 മക്കളും സമീപത്തില്ലാതെ ദശരഥൻ ദുഃഖിക്കേണ്ടി വരുന്നു. ഇവിടെയാണ് കർമ്മഗതിയുടെ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. നമുക്ക് ഓരോ നിമിഷത്തിലും നാം ചെയ്യുന്ന കർമ്മം അത് നമുക്ക് പിന്നീട് അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മ പ്രാരബ്ധമായിട്ട് മാറുമെന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ, ആ ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് രാമായണത്തെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷമാണ് ഭരതന്റെ ആഗമനം. കേകയ രാജ്യത്ത് നിന്ന് ഭരതൻ തിരിച്ചു വരുന്നു. അമ്മയോട് സംസാരിക്കുന്നു. അമ്മയെ ഒറ്റയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല, അച്ഛൻ്റെ കൂടെ അല്ലാതെ അമ്മയെ കണ്ടിട്ടില്ല, ഇപ്പോൾ അമ്മ മാത്രം നിൽക്കുന്നു, അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൈകേയിക്ക് തൻ്റെ വീട്ടിലെ വിശേഷം അറിയാനാണ് തിടുക്കം. തൻ്റെ അച്ഛൻ സുഖമായിരിക്കുന്നോ, കേകയ രാജ്യത്ത് എന്താണ് വിശേഷം എന്നാണ് ചോദിക്കുന്നത്. അവിടെ കാണിക്കുന്നത് കൈകേയിയുടെ സ്വാർത്ഥ മനോഭാവമാണ്. തൻ്റെ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോഴും തൻ്റെ മകൻ തൻ്റെ അച്ഛൻ്റെ സമീപത്ത് വന്ന സമയത്ത് ഇവിടെ ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ചല്ല കൈകേയി ചിന്തിക്കുന്നത്, തൻ്റെ നാട്ടിലെ വിശേഷം എന്താണ് എന്നുള്ളതാണ്. അതിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൈകേയിയുടെ സ്വാർത്ഥ മനോഭാവത്തെക്കുറിച്ചാണ്. എന്തായാലും ഭരതൻ തൻ്റെ അച്ഛന് സംഭവിച്ച അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തൻ്റെ മാതാവിനോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ദുഷ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ക്രോധത്തോടു കൂടിയിട്ട് അവിടെ സ്വന്തം മാതാവിനെ തള്ളിപ്പറയുന്ന ഭരതൻ നേരെ പോകുന്നത് ശ്രീരാമന്റെ മാതാവിന്റെ സമീപത്തേക്കാണ്. കാരണം ശ്രീരാമൻ നഷ്ടപ്പെട്ടു പോയിട്ട്, ശ്രീരാമൻ വനവാസത്തിന് പോയിട്ട് ദുഃഖിച്ചു നിൽക്കുന്ന കൗസല്യ മാതാവിന്റെ സമീപത്തെത്തിയിട്ട് പറയുന്നു, ശ്രീരാമനാണേ സത്യം, ഞാൻ ഇതിന് കാരണക്കാരനല്ല അമ്മേ എന്ന് പറയുകയാണ്. ആ സമയത്ത് കൗസല്യ മാതാവ് ഭരതനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു, ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ശിരസിൽ ചുംബിച്ചുകൊണ്ട് പറയുന്നു, നീ തെറ്റുകാരനല്ല എന്ന്, അല്ലയോ ഭരത എനിക്കറിയാം എന്ന് പറയുന്നു. അവിടെ കൗസല്യ മാതാവ് പറയുന്ന ഒരു വാക്കുണ്ട്, സാക്ഷാൽ നാരായണനാണ് എൻ്റെ ഉദരത്തിൽ, എൻ്റെ ഗർഭപാത്രത്തിൽ സാക്ഷാൽ നാരായണനാണ് എനിക്ക് മകനായിട്ട് പിറന്നത്, എന്നിട്ട് പോലും എൻ്റെ ദുഃഖത്തിന് കുറവില്ലല്ലോ എന്ന് പറയുന്ന കൗസല്യ മാതാവിൻ്റെ വേദന നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അതിനുശേഷം ഭരതന് വിലാപമാണ്. അവിടെ താതൻ മരിച്ചു എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ ഭരതൻ പറഞ്ഞൊരു വാക്യം നേരത്തെ സൂചിപ്പിച്ചു, എന്നെയും ഈ രാജ്യത്തെയും രാമന്റെ കയ്യിലേൽപ്പിക്കാതെ അല്ലയോ പിതാമഹ അങ്ങ് പോയി എന്നാണ് ഭരതൻ പറയുന്നത്. അത്രത്തോളം ഭരതൻ രാമനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതും ഈ രാജ്യവും താനും രാമന്റെ അടിയിൽ നിൽക്കേണ്ടവരാണ് എന്നും രാമനാൽ ഭരിക്കപ്പെടേണ്ടവരാണ് എന്നും ഭരതൻ ആദ്യമേ തന്നെ ബോധമുണ്ടായിരുന്നു. ഭരതൻ ആദ്യമേ തന്നെ അങ്ങനെയാണ് സങ്കല്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭരതൻ ഇവിടെ അത്രത്തോളം വേദന ഉണ്ടാകുന്നത്. ഭരതൻ പൊട്ടിക്കരയുമ്പോൾ വസിഷ്ഠൻ ഭരതനെ ഉപദേശിക്കുകയാണ്, കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം അല്ലയോ ഭരത,
മരണം എന്ന് പറയുന്നത് ജനനത്തിന്റെ കൂടെയുള്ളതാണ്. ജനിച്ചാൽ ആരായാലും മരണപ്പെടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ഇളകി നിൽക്കുന്ന ഒരു ഇലയുടെ തുമ്പിൽ നിൽക്കുന്ന ഒരു ജലത്തുള്ളി പോലെ ഏത് നിമിഷവും പോകാൻ സാധ്യതയുള്ള അവസ്ഥയിലാണ് ആയുസ് ഉള്ളത്. അതുകൊണ്ട് ആയുസ്സിനെ ഓർത്ത്, മരണത്തെ ഓർത്ത് ദുഃഖിക്കരുത്. പഴയ വസ്ത്രങ്ങൾ, ചീഞ്ഞ വസ്ത്രങ്ങൾ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് മറ്റു വസ്ത്രം ധരിക്കുന്നത് പോലെ, നല്ല വസ്ത്രം ധരിക്കുന്നത് പോലെ ആത്മാവ്, ശരീരം എപ്പോഴാണോ ജീർണിക്കുന്നത് ആ സമയത്ത് ആ ശരീരത്തെ മാറ്റിയിട്ട് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നത് പോലെ മാത്രമാണ് മരണത്തെ കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിനില്ല, ജനനവും മരണവും ഷഡ്ഭാവങ്ങളും ആത്മാവിനില്ല എന്ന് ഭരതനെ ഉപദേശിച്ചുകൊണ്ട് കർത്തവ്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അല്ലയോ ഭരത തയ്യാറാവണം എന്നുള്ള രീതിയിൽ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ ഭരതനെ ഉപദേശിക്കുന്നതോട് കൂടിയിട്ടാണ് ഇന്നത്തെ പാഠ്യഭാഗം നമ്മൾ സമർപ്പിക്കുന്നത്. അത്തരത്തിൽ ആത്മചൈതന്യത്തെ ബോധത്തോടുകൂടി മനസ്സിലാക്കിയിട്ട് നമ്മുടെ കർമ്മഗതിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് സത്കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് വരും നാളുകളിൽ ആ സത്കർമ്മത്തിന്റെ ഗുണം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള ഊർജവും അതിനുള്ള ശക്തിയും അതിനുള്ള അനുഗ്രഹവും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗത്തെ ഗുരുപാദങ്ങളെ സമർപ്പിക്കാം. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനുജായ സർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ.